പുതുവർഷ ദിനത്തിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഗസയിൽ 28 പാലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഇസ്രയേൽ മുൻ പ്രതിരോധ മന്ത്രി യോബ് ഗാലൻ പാർലമെന്റിൽ നിന്ന് രാജിവെച്ചു. ഗസയിൽ വൻ വെള്ളപ്പൊക്കത്തിൽ അഭയാർത്ഥി ക്യാമ്പിലെ ടെന്റുകൾ ഒലിച്ചുപോയി എന്നും വാർത്ത വരുമ്പോൾ പി ജെയിംസ് വിദേശ വാർത്തകളെ അപഗ്രഥിക്കാൻ നമുക്കൊപ്പം ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഹായ് 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 എന്തൊക്കെയാണ്? ഹായ് ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഹായ് ഹായ് എസ് കെ എൻ. ഇപ്പോൾ വരുന്ന വാർത്തകൾ വളരെ സങ്കടകരം തന്നെയാണ്. പ്രത്യേകിച്ച് പുതുവർഷ പുലരിയിലും ഒരു മാറ്റവുമില്ല. പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ആക്രമണം രൂക്ഷമാക്കിക്കൊണ്ട് പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളിലും അവർ ബോംബിംഗ് നടത്തി. വടക്കൻ ഗസയിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പ്, അതുപോലെ തെക്കൻ ഗസയിലെ ഖാൻ യൂനിസ് നഗരത്തിൽ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അഭയാർത്ഥി ക്യാമ്പുകളിൽ കമലദ്വാൻ ആശുപത്രിയുടെ ചുറ്റും എല്ലാം ബോംബർ വിമാനങ്ങൾ ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 28 പാലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു. കൊല്ലപ്പെട്ട ഈ പാലസ്തീനികളിൽ ഭൂരിഭാഗം പേരും സ്ത്രീകളും കുട്ടികളാണ് എന്നുകൂടി അറിയുമ്പോൾ നമ്മൾ ദുഃഖം വർദ്ധിക്കുന്ന അവസ്ഥ തന്നെയാണ്. മരണമടഞ്ഞവരുടെ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 45,600 അടുത്തെത്തിയിരിക്കുന്നു. മരണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രായേലും ആക്രമണം നടത്തുന്നുണ്ട്. യുദ്ധം കൂടുതൽ രൂക്ഷമാവുന്ന അവസ്ഥ തന്നെയാണ് കാണുന്നത്. വെടിനിർത്തലിന് വേണ്ടി ഈജിപ്ത്, ഖത്തർ, അമേരിക്കയൊക്കെ മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അതിനിടയിലാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് നേരത്തെ തന്നെ പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട യോവ് ഗാലന്റ് പാർലമെൻറ്റിൽ നിന്ന് രാജി പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ പാർലമെൻറ്റിൽ നിന്ന് രാജി പ്രഖ്യാപിച്ചത് ഒരുപക്ഷെ അധികം സ്വന്തം പാർട്ടി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ വേറെ തരത്തിൽ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയോ ചെയ്യുമെന്നാണ് അറിയുന്നത്. എന്തായാലും ഇസ്രായേലിൽ യുദ്ധം തുടരുന്നതിൽ ശക്തമായ എതിർപ്പുള്ളൊരു വിഭാഗമുണ്ട്. അതിൽ സൈന്യത്തിൻ്റെ മേധാവികളുണ്ട്, പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നത തലത്തിലിരിക്കുന്നവരുണ്ട്. ഇവരുടെയൊക്കെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോഴും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കുന്നത്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ എതിർപ്പിനെ അവഗണിക്കാൻ സാധിക്കില്ല എന്ന നിലപാടാണ് യോവ് ഗാലന്റിനെ പോലുള്ള ആൾക്കാർ എടുത്തിരിക്കുന്നത്. പക്ഷേ അതിനൊന്നും ഒരു തരത്തിൽ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഇസ്രായേൽ ഗസയിൽ ആക്രമണം നടത്തുമ്പോൾ തന്നെ പുതുവർഷ ദിനത്തിൽ റഷ്യയുടെ 100 കണക്കിന് ഡ്രോണുകൾ കീവ് ലക്ഷ്യമാക്കി നീങ്ങി അവിടെ ആക്രമണം നടത്തിയിരുന്നു. അവിടെ 100-ലേറെ ഡ്രോണുകൾ പല കെട്ടിടങ്ങളും അതുപോലെ തന്നെ ഊർജ്ജ കേന്ദ്രങ്ങളും തകർത്തു. 2 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിനെതിരെ റഷ്യക്കെതിരെ നടത്തിയ ആക്രമണത്തിൽ റഷ്യയുടെ ഹെലികോപ്റ്റർ ഉക്രൈൻ സേന തകർത്തു. ഈ രീതിയിൽ 2 സ്ഥലത്തും യുദ്ധം തുടരുകയാണ്. സെലൻസ്കി പക്ഷേ പറയുന്നുണ്ട് ജനുവരി 20 ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നാൽ യുദ്ധം തീരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം പുതുതായിട്ട് ആയുധങ്ങൾ കൊടുക്കാൻ അമേരിക്ക തയ്യാറാവില്ല എന്ന് തന്നെയാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഉക്രൈൻ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതകൾ തുറന്നു കാണുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ ഇപ്പോഴും വഴങ്ങുന്ന മട്ടില്ല. പക്ഷേ ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നല്ല ബന്ധമുണ്ട്. ഒരുപക്ഷെ ട്രംപിൻ്റെ സമ്മർദ്ദത്തിന് മുന്നിൽ അല്ലെങ്കിൽ സ്വാധീനത്തിന് മുമ്പിൽ ബെഞ്ചമിൻ നെതന്യാഹു ഈ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാവുമോ എന്നാണ് അറിയേണ്ടത്. പക്ഷേ മറുപക്ഷത്ത് ഹമാസും ഹെസ്ബുള്ളയും ഹൂതികളൊക്കെ അതിന് തയ്യാറാവണം. എന്തായാലും അഭയാർത്ഥികളായിട്ട് 23 ലക്ഷം ജനത ഗസയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് മലവെള്ളപ്പാച്ചിൽ, അവിടെ ടെൻറ്റുകൾ ഒലിച്ചു പോയിരിക്കുന്നു. വല്ലാത്ത ദുരിതമാണ് എസ് കെ. അതിശൈത്യത്തിൽപ്പെട്ട് 7 കുട്ടികളാണ് അവിടെ മരണമടഞ്ഞത് എസ് കെ. ഓക്കെ വി ജെയിംസ്, ഈ UN രക്ഷാസമിതിയിലേക്ക് പാകിസ്ഥാൻ കടന്നു വന്ന കാര്യം ഇന്ത്യ വളരെ ശ്രദ്ധയോടെയാണ് നോക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാര്യമാണിത്. എന്തൊക്കെയാണ് പി ജെയിംസ്, ഏത് സാഹചര്യത്തിലാണ് UN രക്ഷാസമിതിയിൽ പാകിസ്ഥാന് അംഗത്വം കിട്ടിയത്? എസ് കെ എൻ, യഥാർത്ഥത്തിൽ UN രക്ഷാസമിതിയിൽ 5 പെർമനൻ്റ് അംഗങ്ങളാണുള്ളത്. എസ് കെ എൻ അറിയാമല്ലോ. അമേരിക്കയും റഷ്യയും ചൈനയും ബ്രിട്ടനും ഫ്രാൻസും. അത് കഴിഞ്ഞാൽ 10 നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ് ഉണ്ട്. സ്ഥിരാംഗങ്ങളല്ലാത്ത 2 വർഷം മാറി മാറി വരുന്ന അംഗങ്ങൾ. നേരത്തെ ഇന്ത്യ 8 തവണ ഈ തരത്തിൽ UN രക്ഷാസമിതിയിൽ അംഗമായിട്ടുണ്ട്. 15 അംഗ ബോഡിയാണ്, 5 പെർമനൻറ്റ് മെമ്പേഴ്സ്, നേരത്തെ ഞാൻ പറഞ്ഞ പേരുകൾ. അതുകൂടാതെ 10 അംഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. അതിലൊന്നാണ് ഇന്ത്യ. ഇന്ത്യക്ക് അവിടെ പെർമനൻ്റായിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് രക്ഷാസമിതിയിൽ അംഗത്വം കൊടുക്കണം എന്നുള്ള വാദമുണ്ട്. കാരണം വളരെ സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സുള്ള ഒരു അധികാരമുള്ള ഒരു ബോഡിയാണത്. പക്ഷേ 2 യുദ്ധങ്ങളുണ്ടായിട്ട് രക്ഷാസമിതിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നിൽക്കുന്നു. ഇന്ത്യ 2021-22 കാലഘട്ടത്തിൽ അംഗമായിരുന്നു. ഇനി 28-29 കാലഘട്ടത്തിലാണ് വരുന്നത്. ഇപ്പോൾ റൊട്ടേഷൻ ബേസിലാണ് വരുന്നത്. എന്തായാലും ഒരു നിർണായക സമയത്ത് ഇന്നലെ മുതൽ 2025 മുതൽ 27 വരെ അംഗമാണ് പാകിസ്ഥാൻ. ഇതിൻ്റെ ഒരു അപകടം എസ് കെ എൻ, ഈ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന
ഒരുപാട് ഭീകര സംഘടനകളുണ്ട്. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ, അതുപോലെ തന്നെ നമ്മുടെ മുംബൈയിലൊക്കെ ആക്രമണം നടത്തിയിട്ടുള്ള സംഘങ്ങളുടെ നേതാക്കൾ, അസറക്ക് അടക്കമുള്ള നേതാക്കൾ, അൽ ഖ്വയ്ദ, ഒസാമ ബിൻ ലാദന് അഭയം കൊടുത്തത് പാകിസ്ഥാനാണ്. ഇതൊക്കെ ഇന്ത്യ മുന്നിൽ പറയുന്നുണ്ട്. അമേരിക്കയിൽ നടത്തിയ ആക്രമണത്തിന് പിന്നിൽ മുള്ള ഒമറിനെ, താലിബാന്റെ നേതാവ് അടക്കമുള്ളവർക്കൊക്കെ അഭയം നൽകിയത് പാകിസ്ഥാനാണ്. പക്ഷേ പാകിസ്ഥാൻ വന്നിരിക്കുന്നു. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കാശ്മീർ വിഷയം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ സ്ഥാനത്ത് വരുമ്പോൾ, ഇത് മാത്രമല്ല, അടുത്ത 3-4 മാസം കഴിഞ്ഞാൽ അവർ പ്രസിഡന്റ് സ്ഥാനത്ത് അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനത്ത് വരെ കൂടും. എന്ന് മാത്രമല്ല, ഈ അൽ ഖ്വയ്ദ വാർത്തകളുമായി നമുക്കിപ്പം